വയനാട് ഒരിക്കൽ കൂടി കേരളത്തിന് വേദനയാകുന്നു. അവിടെ തുരങ്ക നിർമ്മാണ പാതയുടെ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായി. കള്ളാടി മീനാക്ഷി പാലത്തിന് പുറത്തേക്കാണ് ആ മണ്ണ് മുഴുവൻ കോരിയൊലിച്ചെത്തിയത്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ ആരും ഒന്ന് പേടിച്ചു പോകും. ഒരു മണ്ണുമല ഒലിച്ചിറങ്ങി വരികയാണ്. ആ മണ്ണിൻ്റെ വരവിൽ, ആ വെള്ളത്തിൻ്റെ വരവിൽ, ആ കുത്തിയൊലിക്കലിൽ ഒരു ടാങ്കർ ലോറി വരെ നിരങ്ങി നീങ്ങുകയാണ്. ആളുകൾ പരക്കം പാഞ്ഞ് ഓടുകയാണ്. അതിതീവ്രമായ മഴയായിരുന്നു വയനാട്ടിൽ 2 ദിവസം ഉണ്ടായിരുന്നത്. മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ടാണ് ആ മണ്ണിടിച്ചിൽ ഇതിലും വലിയ ദുരന്തമാകാതെ പോയത്. അപ്പോഴും എന്തുകൊണ്ടാണ് അവിടെ മണ്ണിടിച്ചിലുണ്ടായത്? ഇത് പ്രകൃതി ദുരന്തമല്ല, മനുഷ്യനുണ്ടാക്കിയ ദുരന്തമാണെന്ന് വാർത്ത അറിഞ്ഞയുടൻ ആ ജില്ലയിൽ നിന്നുള്ള, വയനാട് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായ ടി സിദ്ദിഖ് പറഞ്ഞു. മണ്ണ് കൂട്ടിയിട്ടു, അശാസ്ത്രീയമായി കൂട്ടിയിട്ടു. നിർമ്മാണ പ്രവൃത്തികൾക്കിടെ ഉണ്ടാകുന്ന മണ്ണ് വലിച്ചുവാരി കൂന കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് ടി സിദ്ദിഖ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടാകരുത്, അത് അപകടമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് മാറ്റണമെന്ന് കരാർ കമ്പനിക്കാരായ നിർമ്മാണം ഏറ്റെടുത്ത് നടത്തിയിരുന്ന കൊങ്കൺ റെയിൽ കോർപ്പറേഷനോട് പറഞ്ഞിരുന്നുവെന്നും മന്ത്രി പറയുന്നു. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡ് അല്ല. ഇപ്പം ഇതിനേക്കാൾ കൂടുതൽ മഴ പെയ്ത സ്ഥലമുണ്ട്, ഇതിനേക്കാൾ കുറവ് മഴ പെയ്ത സ്ഥലമുണ്ട്. പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഇത് സംഭവിച്ചത്. മുൻകൂട്ടി അലാം കൊടുത്തു, മാറ്റണം എന്നുള്ളത് പറഞ്ഞു. ആ നിർദ്ദേശം പാലിക്കാത്തത് കൊണ്ടുണ്ടായ ഒരു അപകടമാണ്. അത് ഗൗരവമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, കലക്ട്രേറ്റിലെ മീറ്റിങ്ങിൽ, ഇന്നലെ നടന്ന മീറ്റിങ്ങിലും മുമ്പ് നടന്ന മീറ്റിങ്ങുകളിലും ഞാൻ സ്ഥലത്ത് പോയി ടൗൺഷിപ്പിൽ പലയിടത്തായി ഇതുപോലെ മണ്ണ് കൂട്ടിയിട്ടുണ്ട്. അത് ഊരാലിങ്കലിനോട് പറഞ്ഞിട്ട് അവർ ചെയ്യാം എന്ന് പറഞ്ഞു. ഒരു തവണ ടൗൺഷിപ്പിനടുത്തുള്ള വീടുകളിൽ രാത്രി മുഴുവൻ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. അർദ്ധരാത്രിയിൽ ആളുകൾ പാനിക്കാവുന്ന സാഹചര്യം ഉണ്ടായി. അത് പിറ്റേ ദിവസം ഉച്ചയോടുകൂടിയാണ് ആ ചെളിയും മറ്റും ഒഴിവാക്കി ഡ്രൈൻ ഒരുവിധം ക്ലിയറാക്കി പോകാൻ പറ്റിയത്. ഇന്ന് കർക്കശമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ടൗൺഷിപ്പിലെ മണ്ണ് നിർബന്ധമായും അവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റി ക്രമീകരിക്കണം എന്നുള്ള കർക്കശമായ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് പാലിക്കപ്പെട്ടേ പറ്റൂ, അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാനത്തെത്തിയ ശേഷം അടിയന്തരമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കുമുള്ള നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രി വി.ഡി. സതീശനും ചൂണ്ടിക്കാട്ടിയത് ഇതേ പിഴവ്. ഇത് മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ അവർ അതിൻ്റെ കരാറുകാർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. കനത്ത മഴ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. രാവിലെ 225 സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും മഴയുണ്ട്, വലിയ മഴയല്ലെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയുണ്ട്. ഇതൊരു ചെളി കലർന്ന മണ്ണാണ്. അവിടുത്തെ മണ്ണിൻ്റെ ഘടന വളരെ വ്യത്യാസമാണ്. അതിങ്ങനെ സ്ക്രാപ്പ് ചെയ്താണ് വെച്ചിരുന്നത്. അത് നിലനിൽക്കുന്നതല്ല എന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അവിടെ പോയി തന്നെ കണ്ടു പരിശോധിച്ച് ബന്ധപ്പെട്ടവർക്ക് അവിടെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഒരു കരാറുകാരാണ് അത് നീക്കം ചെയ്യാറുള്ളത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. വയനാടിനെ വീണ്ടും കണ്ണീരണിയിച്ചതിന് ഉത്തരവാദിത്തം പറയേണ്ടത് കരാർ കമ്പനിയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. വാസ്തവത്തിൽ നേരത്തെ തന്നെ മണ്ണ് മാറ്റണമെന്നുള്ള തീരുമാനം എടുത്തതായിരുന്നു. മണ്ണ് മാറ്റാതിരുന്നതിന്റെ കാരണം കമ്പനി അതിന് മറുപടി പറയണം. ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ തന്നെ എഴുതി ആവശ്യപ്പെട്ടതാണ്. ഇവിടുന്ന് മണ്ണ് മാറ്റണം, പ്രകൃതിക്ഷോഭമുള്ള സ്ഥലമാണ്, മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടും അത് മണ്ണ് മാറ്റാതിരുന്നതാണ് ഈ ദുരന്തത്തിന് കാരണം. പരമാവധി രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിലുള്ളവർക്കെല്ലാം വിദഗ്ധ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഈ സംഭവ സ്ഥലവുമായി ബന്ധപ്പെട്ട് എല്ലാ മന്ത്രിമാരും ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് മനുഷ്യനിർമ്മിതമാണ്.
ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടും ആ കമ്പനി ഇത് മുൻകൈ എടുത്ത് മണ്ണ് മാറ്റിയില്ല. മാറ്റിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ കാരണം ഇത് ഒന്നാമതായി ഏരിയ എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള സ്ഥലമാണല്ലോ, പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ ഇതുപോലെ തുരങ്കം നിർമ്മിക്കുമ്പോൾ ആ മണ്ണ് മാറ്റേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിരുന്നു. കളക്ടർ തന്നെ ആവശ്യപ്പെട്ടതുമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ചെയ്യാതിരുന്നതെന്ന് ഈ കമ്പനിയാണ് മറുപടി പറയേണ്ടത്. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്, വേദനാജനകമായ സംഭവമാണ് അവിടെ ഉണ്ടായത്. PWD ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നുവെന്നും മണ്ണ് നീക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും വകുപ്പ് മന്ത്രി ബഷീറും പറയുന്നു. പറഞ്ഞിരുന്നുവെങ്കിൽ നടപടിയെടുക്കാമായിരുന്നില്ലേ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ള വിമർശനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉന്നയിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ മുൻഗണന നൽകേണ്ടതെന്ന് ടി സിദ്ദിഖിനൊപ്പം വയനാട് ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി നിയോഗിച്ച റവന്യൂ മന്ത്രി AP അനിൽകുമാറും പറയുന്നു. ഇനി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ എന്തുകൊണ്ടാണ് മണ്ണ് നീക്കാതിരുന്നത്? തുരങ്ക നിർമ്മാണത്തിന് ഉപയോഗിച്ചു വരുന്ന മണ്ണ് കൂനയായി കൂട്ടിയിടുമ്പോൾ അവിടെ ദുർബലമായ ഒരു അടിത്തറയുള്ള പ്രദേശമാണ്. മണ്ണിൻ്റെ സ്വഭാവം പ്രത്യേകതയുള്ളതാണ്. നല്ല മഴ പെയ്താൽ മണ്ണ് ഒലിച്ചിറങ്ങി വരുമെന്ന് ഊഹിക്കാൻ വലിയ ബിടെക്കും പിടിക്കണ്ട, സാമാന്യ ബുദ്ധി മതി. എന്നിട്ടും അത് നീക്കിയിടാൻ തോന്നാതിരുന്നത് എന്തുകൊണ്ടാണ്? എന്നിട്ടിപ്പോൾ മഴയ്ക്ക് ശേഷം ആ മണ്ണ് മുഴുവൻ ഒലിച്ചിറങ്ങി ഒരു പാലം മുഴുവൻ മണ്ണിൻ്റെ അടിയിലായി. പാലത്തിനപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് വരാൻ കാത്തിരിക്കുന്നവരുടെ കുടുംബത്തിൻ്റെ ആധിക്ക് ആര് സമാധാനം പറയും? അതിനുമുപരി നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചിരുന്നത് കൊണ്ട് മാത്രം വലിയ അപകടം ഒഴിവായെങ്കിലും ആ നിർമ്മാണ പ്രവൃത്തികൾ തുടരുമ്പോൾ അവിടെ ജോലി ചെയ്യാൻ വന്നിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ്, നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് കൈയടിച്ച് വരവേൽക്കുന്നവരാണ് അപകടത്തിൽ പെട്ടുപോയവർ. അവരെന്തു പഴച്ചു? അവിടെ കൂടുതൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സമയത്തായിരുന്നു ഈ അപകടമെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താകുമായിരുന്നു? അവിടെ ആ മണ്ണിടിച്ചു വന്നതിനു ശേഷം ഒരു വീട്, ഒരു പള്ളി, ഒരു പാലം പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുകയാണ്. അതിൻ്റെ അടിയിൽ നിന്ന് ആ ടാങ്കർ ലോറി എരിച്ചു വരുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ചിലർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ടാങ്കർ ലോറിക്ക് അപ്പുറത്തുണ്ടായിരുന്ന ചിലർ ഓടി മറയുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അവരിൽ എത്ര പേർ രക്ഷപ്പെട്ടു? രക്ഷാപ്രവർത്തനം നടത്തിയതിന് പരിക്കുപറ്റിയ മേപ്പാടി SI അടക്കം 9 പേരാണ് ഇപ്പോൾ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. അവരിൽ ആരുടെയും നില അതീവ ഗുരുതരമല്ലെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അഗ്നിശമന രക്ഷാസേനയ്ക്കും ഒപ്പം പോലീസിനുമൊപ്പം NDRF സംഘവും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താൻ പ്രത്യേക പരിശീലനം കിട്ടിയ നായ്ക്കളും തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം നാട്ടുകാർ ചേർന്ന് മറന്ന് അവർക്കൊപ്പം ചേരുന്നുമുണ്ട്. അപ്പോഴും ഒരു വലിയ ചോദ്യം ബാക്കിയാകുന്നുണ്ട്. എന്തിനായിരുന്നു ഈ ദുരന്തത്തെ നമ്മൾ വിളിച്ചു വരുത്തിയത്? തുരങ്ക നിർമ്മാണ പാതയ്ക്ക് എല്ലാ പാരിസ്ഥിതിക അനുമതിയും കൊടുത്തത് കേന്ദ്ര സർക്കാരാണെന്ന് PWD മിനിസ്റ്റർ PK ബഷീർ പറയുന്നുണ്ട്. അപ്പോഴും വയനാടിൻ്റെ ഭൂപ്രകൃതി വെച്ച്, വയനാട് നമുക്ക് തന്ന വലിയ പാഠം വെച്ച് തുരങ്ക നിർമ്മാണം നമുക്ക് സാധ്യമാകുമായിരുന്നു. അതത്ര അത്യാവശ്യമായിരുന്നു. ഇനി അത് അത്യാവശ്യമായിരുന്നുവെങ്കിൽ ആ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ട മുൻകരുതലെടുക്കാൻ നിങ്ങൾ എടുക്കൂ എന്ന് പറയുന്നതിനപ്പുറം എടുത്തില്ലെങ്കിൽ ഇത് എന്നുറച്ച ഒരു നടപടിയോ നിർദ്ദേശമോ വരാതെ പോയത് എന്തുകൊണ്ടാണ്? എടുക്കൂ എന്ന് പറഞ്ഞിട്ടും ആ നടപടിയെടുക്കാൻ കരാർ കമ്പനിക്കാർ വിട്ടുപോയത് എന്തുകൊണ്ടാണ്? ഇതല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണോ? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ, അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ് എന്ന് മാറ്റിവെക്കുന്ന ഈ ചെറിയ അശ്രദ്ധയ്ക്ക്, ഈ ചെറിയ അവഗണനയ്ക്ക്, അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ കൂസലില്ലായ്മയ്ക്ക് മനുഷ്യരുടെ ജീവനാണ് വില നൽകേണ്ടി വരുന്നത് എന്നുള്ള വലിയ പാഠം ഇനി നമ്മൾ എപ്പോൾ പഠിക്കും? ആര് വന്നാലാണ് ഈ സിസ്റ്റം തകരാറിന് പരിഹാരമുണ്ടാവുക? വയനാടിന് സമാധാനമായി ഒരു മഴക്കാലം കഴിച്ചുകൂട്ടാനുള്ള അവകാശം വയനാട് ജില്ലയിലും വയനാട് ജില്ലക്കാർക്കുമില്ലേ? വയനാട്ടിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഈ മുന്നറിയിപ്പ് നൽകുന്നതിൽ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിനും ദുരന്ത നിവാരണ അതോറിറ്റിക്കുമൊക്കെ പാളിച്ച പറ്റിയോ? അത് റെഡ് അലർട്ട് കൊടുത്തോ, അതോ യെല്ലോ അലർട്ട് കൊടുത്തോ, അതോ ഓറഞ്ച് അലർട്ടായിരുന്നോ? ഈ തർക്കങ്ങൾക്കാണോ ഇവിടെ പ്രസക്തി? ചിലത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ വിട്ടുപോകുന്നത്? PWD മുന്നറിയിപ്പ് കൊടുത്തു എന്ന് പറയുന്നു, കളക്ടർ പറഞ്ഞു എന്ന് പറയുന്നു. എന്നിട്ടും ഇത് ചെയ്യാതിരിക്കാൻ ഒരു കരാർ കമ്പനിക്ക് എങ്ങനെയാണ് കഴിയുന്നത്? നമ്മൾ പറഞ്ഞ പോലെ മാളത്തേക്ക് മാറ്റിവെക്കുന്ന, അല്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുന്ന ചെറിയ അശ്രദ്ധയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഈ അവസ്ഥ ഇനി എന്നു മാറും? എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പകരം ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നൊരു ഉറച്ച മറുപടി വരുന്ന കാലം എന്നു വരും? എന്തായാലും
വയനാട് ഒരിക്കൽ കൂടി വേദനയാകുമ്പോൾ ഇപ്പോൾ പ്രസക്തി അല്ലെങ്കിൽ ഇപ്പോൾ പ്രാധാന്യം രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ്, സംശയമില്ല. അപ്പോഴും ഇനിയും ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ആ നിർമ്മാണ പ്രവൃത്തികൾ തുടരും എന്നിരിക്കെ അതിൻ്റെ പേരിൽ ഒരു അപകടം കൂടി, ഒരു ദുരന്തം കൂടി വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആലോചനകളും ഇതിനോടൊപ്പം തന്നെ തുടങ്ങിയേ പറ്റൂ. Subscribe to One India and never miss an update.